മുഴുവൻ ഏതോ വലിയ ഉന്നതന് കോടികൾ കൊടുത്ത് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ പാർട്ടി നിയോഗിച്ചവരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പത്മകുമാറും നേരത്തെ അറസ്റ്റിലായിട്ടുള്ള വാസുവുമെല്ലാം. ഇതേക്കുറിച്ച് എന്താണ് വിശ്വാസികളോടെങ്കിലും പാർട്ടിക്ക് പറയാനുള്ളത്? ഈ ഒരു അവസ്ഥയെ നിങ്ങൾ ഇങ്ങനൊന്നും ചോദിക്കും. അപ്പാപ്പനെ കൊണ്ട് ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് അപ്പാപ്പൻ. അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ആ വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദ്വാരപാലക പീഠം ഞാൻ കൊടുത്തത് കാണാനില്ല എന്ന് പറയുകയും അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് വിജിലൻസ് അല്ലേ കണ്ടെടുത്ത് അത് കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നത്. ഈ SITയുടെ നിർദ്ദേശം പോലും സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വെച്ചതാ. അപ്പോഴാണ് നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും BJPയും കൂടി CBI അന്വേഷണം ആവശ്യപ്പെട്ടു. CBI അന്വേഷണത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അത് വിടൂ, അത് വിടൂ. എന്തായാലും ഇപ്പൊ ദേവന്റെ സ്വത്ത് സംരക്ഷിക്കാൻ നിങ്ങൾ നിയോഗിച്ചവർ മോട്ടിച്ചുകൊണ്ട് പോയ കേസിൽ അറസ്റ്റിലായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? വിടാൻ താല്പര്യമില്ല, തൽക്കാലം വിടാൻ താല്പര്യമില്ല. അവർക്ക് വിട്ടുപോകാൻ നല്ല എളുപ്പാ, പക്ഷെ നമുക്ക് വിട്ടുകളയാൻ പറ്റുമോ? വിട്ടുകളയണം. ഏത് സ്ഥലത്തേക്ക് അന്വേഷണം പോയാലും ഗവൺമെന്റ് അക്കാര്യത്തിൽ സന്തുഷ്ടരാണ്. ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യില്ല, അനധികൃതമായിട്ട് ഇതിനെ നിയന്ത്രിക്കില്ല. അപ്പോഴെല്ലാം നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ രക്ഷയില്ല. നമ്മുടെ എല്ലാ നീക്കങ്ങളും വാച്ച് ചെയ്യപ്പെടുകയാണ്. കാർ തടയാൻ ഇതിനകം വയലുള്ള സന്ദേശം കൈമാറിയിട്ടുണ്ടാവും. കാർ മാറുന്ന ബുദ്ധി. പക്ഷെ പെട്ടിയുമായി ഇനി വീട്ടിലേക്ക് പോകുന്ന അപകടം. കോടതി സർക്കാരുമായി ഒരു തരത്തിലും ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹൈക്കോടതി സ്വന്തം നിലയ്ക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയാണ്. അവർക്ക് ഒരു തരത്തിൽ അവരുടെ മേലധികാരികളോട് പോലും റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഹൈക്കോടതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്ന നിർദ്ദേശത്തോടുകൂടി ഹൈക്കോടതി സ്വന്തം നിലയ്ക്ക് രൂപീകരിച്ച SIT ആണുള്ളത്. അതിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. പുറത്തിറങ്ങാൻ പറ്റില്ല എന്നതാ. എന്നെ പറ്റി പോലീസിന് ഇന്ന് വരെ യാതൊരു സംശയവുമില്ല. അനാഥ മന്ദിരം, കുഷ്ഠരോഗ നിവാരണം എന്നൊക്കെ പറഞ്ഞ് വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. താനുമായി ബന്ധമുണ്ട്. ഞങ്ങൾ ഇക്കാര്യത്തിൽ എടുക്കുന്ന ഒരു സത്യസന്ധമായ നിലപാടിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. അത് യാഥാർത്ഥ്യമാണ്. ഇപ്പൊ CPMന്റെ നേതൃത്വത്തിൽപ്പെട്ട ഒരാൾ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കപ്പോ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആരാ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്? അതേടാ കീലേരി തന്നെ. ഞാൻ തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചു. CPM എടുത്ത ഭക്തർക്കൊപ്പമാണ്, CPM കേരളീയ സമൂഹക്കൊപ്പമാണ്. ഇങ്ങോട്ട് പാടോ, ഒരു വെള്ളം ഇങ്ങോട്ട് അടുപ്പിക്കണോ? ഇയാളെങ്ങനെ വിട്ടാ എന്റെ കഞ്ഞൂടി മുട്ടുമല്ലോ ദൈവമേ. ചില വിഷയങ്ങളിൽ കേസിൽപ്പെട്ട ആളുകൾ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയെ നിങ്ങൾ സംരക്ഷിക്കുമോ അതോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ? നീ ആരാണ്? ഇവർക്ക് നിഷ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടല്ലോ, ഇവർ കഴിഞ്ഞ ആഴ്ച ഇവരുടെ ആള് വാസു സാറായിരുന്നു. അതായത് ശബരിമലയിലെ സ്വർണ്ണപ്പാളികളല്ല അത് മൊത്തം ചെമ്പാണെന്ന് എഴുതി കൊടുത്തുവിട്ട പെരുങ്കടനായിട്ടുള്ള വാസു ഇവർക്ക് വാസു സാറായിരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഗജഫ്രോഡ് ഇവർക്ക് അദ്ദേഹമായിരുന്നു. ഇപ്പതാ പുതിയ ആളെയും പിടിച്ചിട്ട് വന്നിട്ടുണ്ട്, പത്മകുമാർ. അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇവർക്കിത് പറയാതിരിക്കാൻ വേണ്ടി പറ്റൂലെന്ന്. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. അല്ല ഈ കണക്കിന് പോയി നീയൊക്കെ റോഡാതാരാക്കല്ലോ. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എന്താ പറഞ്ഞത്? നിങ്ങളുടെ മാധ്യമങ്ങളോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ശബരിമലയിൽ നടന്നിട്ടുള്ള യാതൊരു നടപടിയും അദ്ദേഹം അറിഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. CPMനെ പോലെ ഒരു പാർട്ടിയുടെ ഒരു മന്ത്രി, അദ്ദേഹത്തിന്റെ തന്നെ വകുപ്പ്, അതായത് കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം ദേവസ്വം ബോർഡിന് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ വകുപ്പിൽ നടന്നിരുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിഞ്ഞിരുന്നില്ല എന്ന് ഇന്ന് ജാമ്യം എടുത്തിട്ടുണ്ട്. എന്താ ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അടുത്ത ദിവസം അദ്ദേഹത്തിന് ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അതുകൊണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് വെറുതെ വന്നിട്ട് ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നടത്തിയിട്ട് വല്ല കാര്യങ്ങളുണ്ടോ? ഇത് തുടക്കം മുതൽ ഇപ്പൊ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞെങ്ങനെയാ, ഇടതുപക്ഷ സർക്കാർ പറഞ്ഞിട്ടാണ് അന്വേഷണം വന്നത്. സത്യത്തിൽ എന്താ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടു. അനിയനായിട്ട് അപമാനിക്കരുത്. അനിയൻ എപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും അച്ഛനോട് ചോദിച്ചോ, ചെയ്തു തരും. ഈ കേടിയായിട്ട് ജീവിക്കുന്നതിന് ഒരു പ്രത്യേക സുഖമുണ്ട്. അതുകൊണ്ടാ പോട്ടെ.